സ്നേഹമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. സ്വർണ്ണങ്ങൾ ഉരുപ്പടികളൊന്നും ഊരി കൊടുക്കല്. ഉരുപ്പടിയൊക്കെ നമ്മളെ എല്ലാരും കഷ്ടപ്പെട്ടൊക്കെ വാങ്ങിക്കണേയില്ലേ. ഉരുപ്പടികളൊന്നും കണ്ണുടച്ച് ഊരിയൊന്നും കൊടുക്കല്. കേട്ടല്ല? അത് കണക്ക് തന്നെ ഒരു മാസം 2 മാസത്തിനകത്ത് ഇവിടെ നിന്ന് എന്തെങ്കിലും മാറാൻ നോക്കണം. ഇവള് ആള് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശരിയല്ല. അത് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. എന്റെ ജോലി ഒന്നും ചെയ്യിപ്പിക്കില്ല. അത് ജോലി നിന്നെ ഏൽപ്പിക്കാത്ത എന്തെന്നറിയാ, നീ ഇവിടെ പണിയെടുക്കാതിരിക്കണമെന്ന് എല്ലാരോടെയും ചെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മൂത്തവൻ കെട്ടിക്കൊണ്ട് ഒരുത്തിയും കൊണ്ട് വന്ന് മൂന്നിന്റെ അന്ന് അവള് കെട്ടിയുമ്പോഴെടുത്തോണ്ട് വീട്ടിൽ പോയി. എന്ത് തള്ള ശരിയല്ലെന്ന്, തള്ള ഇട്ട് പണിയെടുപ്പേര് ഉരുപ്പടിയിൽ വാങ്ങിച്ചേൽപ്പിക്കല്. ഞാൻ പറയാനുള്ള പറഞ്ഞോക്കളെ, പിള്ള നമ്മളെയും കൂടെയാണ്, പിള്ള നമ്മളെയാണ്. അറിയില്ല, പണ്ടും അമ്മ പറയണത് തന്നെ, പിള്ള നമ്മളെയാണ്. അതുകൊണ്ട് നീ തന്നെ നിന്നെ നോക്കണം. ഉരുപ്പടികളൊന്നും അവരെ ഊരി കൊടുക്കില്ല. അവര് ചെയ്യേണ്ട പണി അവര് തന്നെ ചെയ്യണം. മക്കളില്ല പിന്നെ പണിയൊക്കെ എടുത്ത് ക്ഷീണിക്കൂലേ? കേട്ടോ? അപ്പൊ നല്ല രീതിയിലൊക്കെ മക്കള് നിക്ക്. പിന്നെ അമ്മയമ്മ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും അവരെ കെട്ടിയവനാണുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. ഇവളിരുന്ന് ഇറച്ചിയും മീനും ഒക്കെ തിന്നാൻ മാത്രം അവളെ കൊണ്ടുള്ള, അല്ല ഒരു ഇതിനും ഇല്ല. നമ്മള് പിന്നെ ആരെയും പറ്റി ഒരു നുണയൊന്നും പറയില്ല. കേട്ടാ? മക്കളപ്പൊ നല്ലതായിട്ട് ഉരുപ്പടിയൊക്കെ വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ അവരെല്ലാം കൊണ്ട് പണയം വെക്കും. പോട്ടാ, ഞാൻ വന്നൊന്നും പറയണ്ട. കേട്ടാ? ഇത് പുല്ല് വെട്ടാൻ പോണം. വനജയ, നീ വന്നാ? എന്തടി നിന്റെ പെണ്ണ് തീരെ ഒരു പണിയും ചെയ്യാതൊക്കെ ഇവിടെ ഇരിക്കണ? പെണ്ണിന്റെ വല്ല വേലയും പറഞ്ഞു വിടട്ടോ. അല്ല നീ ചുമ്മാ ഇരുത്തിയിട്ടൊന്നും പോല്. ഉരുപ്പടികളൊക്കെ വാങ്ങിച്ചു പോയി. ചിലപ്പോ ചെറുക്കം പറയുമായിരിക്കും, അത് നമുക്ക് മാറ്റി വെക്കാന്ന്. പഠിപ്പിക്കല്ലേ, ചുട്ടയിലെ ശീലം ചുടല വരെ ഞാൻ പറയാനുള്ള പറഞ്ഞു. നീ അത് അനുസരിച്ച് കേള് നീ. കേട്ടാ? അവളെ പണിയൊന്നും എടുപ്പിക്കാൻ നിർത്തുന്ന ചെയ്യല്ലോ. അവളാരും കെട്ടില്ലമ്മേ, പണിയെടുപ്പിക്കേ തീരെ. പിന്നെന്തിരത്?